കുട്ടി റേഡിയോ നടത്തിപ്പുകാരെയും അവരുടെ സ്കൂൾ വിശേഷങ്ങളും കണ്ടാലോ? കാർത്തിക ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗുഡ് മോർണിംഗ്. ക്യാമ്പസ് ന്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എത്തിയിരിക്കുന്നത് 136 വർഷത്തെ ചരിത്രം പറയാനുള്ള എറണാകുളം ജില്ലയിലെ കൂനമാവിലെ സെന്റ് ഫിലോമിനസ് ഹൈസ്കൂളിലാണ്. ഈ സ്കൂളിലെ കുട്ടികൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു റെയ്ഡ്, അതിന്റെ വിശേഷങ്ങളും ഒപ്പം കുറച്ച് സ്കൂൾ വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇവരുടെ റേഡിയോ പ്രിയോർ. അപ്പോൾ ഇവര് ഞാൻ വന്നപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ തുടങ്ങുന്നത് എങ്ങനെ സൈനിങ് ഇൻ ടു റേഡിയോ പ്രിയോർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ കളറാക്കുമല്ലേ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പ്രിയോർ ബൈ ലിറ്റിൽ ഗൈഡ് സെന്റ് ഫിലോമിനസ് എക്സസ് കൊലമാവ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ്. ദിസ് എപ്പിസോഡ് ഈസ് പ്രസന്റഡ് ടു യു ബൈ പെപ്സി ടീച്ചർ ആൻഡ് 7 C's മക്കൾസ്. കേട്ടുകൊണ്ടിരിക്കൂ. സെന്റ് ഫിലോമിനസ് ന്യൂസ് വന്ന് റേഡിയോ പ്രിയോർ ആൻഡ് ആൻമരിയ സൈനിങ് ഇൻ ടു റേഡിയോ പ്രിയോർ. നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തത്. അവിടെ നിങ്ങൾ 256 എപ്പിസോഡായിട്ട് വിജയകരമായി ജയയാത്ര തുടർന്നു പോകുന്നു. നിങ്ങൾ ഇന്ന് റേഡിയോ പ്രിയറിലൂടെ കേൾക്കാൻ പോകുന്നത് നെല്ല് എന്ന സിനിമയിലെ കദളി ചെങ്കദളി എന്ന ഗാനമാണ്. കദളി ചെങ്കദളി പൊൻകദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പുക്കാര, മുകളിൽ ജല 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 ജിങ്കിലമോടെ മുകൾ പോ വിടർത്തും പൊൻകൊടക്കേളേ. ിന്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് കാണാം. ഗ്രാഫിക്സിനെ കുറിച്ചും ഫോട്ടോഗ്രാഫിനെ കുറിച്ചും ആനിമേഷനെ കുറിച്ചും പിന്നെ AI കുറിച്ച് പറഞ്ഞൊക്കെ തരികയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് റോബോട്ടിക്സ് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സ്കൂളിന്റെ പരിസരത്ത് ഇങ്ങനെ മത്സരത്തിന് പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇവരാണ് ആ 2 പേര്. ചോദിച്ചേക്കാം. ഞാനും ഇവളും 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് നാഷണൽസ് പോയത്. മധ്യപ്രദേശിൽ വെച്ചായിരുന്നു. ബ്ലൂ ടർഫ് ആദ്യമായിട്ടാണ് ബ്ലൂ ടർഫ് ഒക്കെ കാണുന്നത്. അപ്പൊ വളരെ സന്തോഷം തോന്നി. സ്കൂളിലൊക്കെ പോവാനായിട്ട് പൈസയൊക്കെ തന്നു, കേസൊക്കെ വാങ്ങിച്ചു തന്നു, ഷൂസൊക്കെ നല്ല സപ്പോർട്ട് ഇതൊക്കെ കൊണ്ടുപോയത്. നേട്ടം SSLCക്ക് നേട്ടം കൈവരിക്കുന്ന ഒരു സ്കൂളിൽ ഒന്നാണിത്. ഹോക്കിയിൽ, ഫുട്ബോളില്, മറ്റ് കായിക ഇനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സ്കൂൾ. പപ്പൻ തുടങ്ങി ദേശീയ തലത്തിൽ ഹോക്കിയിൽ ശ്രദ്ധ നേടിയ ശ്രീനന്ദ വരെ ഈ സ്കൂളിന്റെ സംഭാവനകളാണ്. ചാവറ കുര്യാക്കോസ്, ഏലിയാസ് അച്ഛൻ അന്തിയുറങ്ങുന്ന ഈ മണ്ണിലാണ് ഞങ്ങൾ ഏതാണ്ട് 136 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ഈ വിദ്യാലയത്തിന്റെ ചരിത്രം ഏറെ അഭിനന്ദനീയം തന്നെയാണ്. അപ്പൊ ഇവിടെ ഗംഭീരമായിട്ട് നമ്മുടെ SPCയുടെ പരേഡ് നടക്കുകയാണ്. അപ്പൊ ഈ പരേഡിന്റെ അകമ്പടിയോട് കൂടി ക്യാമ്പസ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.